നമ്മളിൽ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന മാമോദീസായിലൂടെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, ഒരാത്മാവുണ്ട്. ഈ ആത്മാവിന്റെ യാത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ആത്മാവിന് വ്യത്യസ്തതയുണ്ട്. ആത്മാവിന് പ്രായമില്ല. ഹല്ലേലൂയ. ആത്മാവിന് പ്രായമില്ല. ആത്മാവിനെ നമുക്ക് കാണത്തില്ല, അല്ലെ? ആത്മാവ് അരൂപി ആയതുകൊണ്ട്, പരിശുദ്ധാത്മാവ് അരൂപി ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. ആത്മാവിന് പ്രായമില്ലാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൽ അവസാനിക്കേണ്ടതാണ് നമ്മുടെ ആത്മീയ ജീവിതം. അതിന്റെ ആരംഭം അവിടെയാണ്, ഒടുക്കം അവിടെയാണ്. ഇനി നമ്മുടെ ഈ ആത്മീയ ജീവിതം ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും. അതിനായി സഹായകനായി ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനാണ്? ഈ ദൈവത്തിൽ നിന്നും ആരംഭിച്ച യാത്ര ദൈവത്തിൽ അവസാനിപ്പിക്കാൻ. ദൈവത്തിൽ നിന്നും നമ്മൾ ആരംഭിച്ച ആത്മീയ യാത്ര ദൈവത്തിൽ അവസാനിപ്പിക്കാൻ തക്ക വിധത്തിൽ നമ്മെ സഹായിക്കാൻ വേണ്ടി, നമ്മുടെ ആത്മാവിനെ സഹായിക്കാൻ വേണ്ടി, നമ്മുടെ ആത്മാവിന്റെ യാത്രയിൽ ദൈവം കൂട്ടിനായി പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. വഴിതെറ്റി പോകാതിരിക്കാൻ.